പണിയോട് ഒരിക്കലും നമ്മൾ എതിർപ്പല്ല, പക്ഷെ പൊതുജനത്തെ ബുദ്ധിമുട്ടിക്കരുത്, നമുക്കതേ പറയാനുള്ളൂ. അതുകൊണ്ട് ഈ പണി അവിടെ പാലം പണിതോട്ടെ, ഒരു തെറ്റുമില്ല, പണിയണം. എല്ലാവരുടെ അഭിപ്രായം ഇത് തന്നെയല്ലേ, ഞങ്ങൾ ഇതിന് ഒരു എതിർപ്പ് ഒരിക്കലും പറയും. ഈ മണ്ണ് ഇത് തന്നെ കേട്ടോ, അവിടെ എത്ര പേര് കുടിവെള്ളം അലക്കുന്നു, അതാണ്. അത് മാത്രമല്ല അത് ഇനി അവിടെ ഊറും. ഇത് മോശമാണ്, എന്താണെങ്കിലും ചെയ്തത് മോശമാണ്. ട്രെയിൻ കൊണ്ടുവന്ന് സാധനം താഴേക്ക് ഇറക്കിയിട്ട് അത് ബെഡ് ലെവലാക്കിയിട്ട് ചെയ്തതിന് ശേഷം ചെയ്യുമായിരുന്നു നല്ലതായിരുന്നു. അത് തന്നെയാണ് ദീർഘവൃഷ്ടി എന്ന് പറയുന്നത്. അതായത് ഇവിടുന്ന് ചെരിച്ചിട്ട് പൈപ്പ് ഇവിടെ കൊണ്ട് മണ്ണ് നിർത്തിയാൽ മതി, ഇവിടുന്ന് ചെരിച്ചാൽ മതി എന്ന് ഇവിടം വരെ എന്താണ് മണ്ണ് കൊണ്ടിട്ട്, അതാ ചോദ്യം. ഇപ്പം ശരിയാക്കി തരാം ഏജനറ്റ് പരമ്പര വന്നെത്തിയിരിക്കുന്നത് ആനപ്പന്തിയിലാണ്. ഇവിടുത്തെ നാട്ടുകാർ വിളിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത്. ആദ്യം നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം. ചെറിയ സ്ക്രൂഡ്രൈവറുണ്ട്, ശരിയായിട്ട് ശരിയായിട്ട് അപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടല്ലോ. ഇതാണ് പുഴയിൽ മണ്ണിട്ട് ഇപ്പോൾ പുഴ താഴേക്കുള്ള ഒക്കെ കലങ്ങി ഒലിക്കുന്ന ഒരു സംഭവമാണ്. ഇതൊക്കെ നാട്ടുകാരിപ്പോൾ ഇതിൻ്റെ പ്രതിഷേധം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം, എന്താണ് ഇവർക്ക് പറയാനുള്ളത്, എന്താണ് ഇതിനുള്ള ഒരു പോംവഴിയെന്ന്. നിലവിലുള്ള ഒരു 10-50 വർഷം, 45 വർഷം പഴക്കമുള്ള ഒരു പാലം പൊളിച്ച് പുതിയൊരു പാലം നിർമ്മിക്കുകയാണ്. അപ്പോൾ നിർമ്മിക്കുന്ന ഈ പാലത്തിൻ്റെ എതിരൊന്നുമല്ല. അപ്പോൾ കഴിഞ്ഞ വർഷം പൊളിക്കേണ്ടതായിരുന്നു ഈ പാലം. എന്തുകൊണ്ട് പൊളിച്ചില്ല? ഇവർ തൊട്ട് കരിക്കോട്ടക്കരിക്ക് അപ്പുറം ഒരു പാലം പൊളിച്ചിട്ട് നാളിതുവരെയായിട്ട് അത് ജനങ്ങൾക്ക് യാത്രയോഗ്യമായി കൊടുത്തിട്ടില്ല. ആ ഒരു സംഭവം വന്നതിന് വരെ ഈ പാലം പൊളിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇവർ പൊളിക്കാൻ വന്നത് കഴിഞ്ഞ ഒരു 4-5 മാസം മുമ്പാണ്. ഈ മഴ തുടങ്ങുന്ന മുമ്പ് ഒരു കാരണവശാലും പൂർത്തീകരിക്കാൻ പണി പൂർത്തീകരിക്കാൻ കഴിയില്ല. അവരോട് ചോദിച്ചു, പൂർത്തീകരിക്കാൻ കഴിയുന്നവർ ഇതുപോലെ തന്നെ റോഡ് റെഡിയാക്കുകയൊക്കെ ചെയ്ത് ചെറിയ 2 പൈപ്പ് കൂടെ കൊണ്ടിട്ട് പണിയുണ്ട്. റോഡ് ക്ലോസ് ചെയ്ത് JCB അവിടെ കൊണ്ടുവന്ന് ഇത് മാന്താൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു ഞങ്ങൾ മാന്തിക്കാന്ന് പറഞ്ഞു. ഉദ്യോഗസ്ഥരാരും വരട്ടെന്ന് പറഞ്ഞു. ഉദ്യോഗസ്ഥരിവിടെ വന്നു. അവരോട് എഗ്രിമെൻറ്റ് വെച്ചാൽ നിങ്ങൾ ഇത്ര മാസം കൊണ്ട് ഈ പണി പൂർത്തീകരിച്ച് തരുമെന്ന് എഗ്രിമെൻറ്റ് വെച്ചാലെന്ന് പറഞ്ഞിട്ട് സാധ്യമല്ലെന്ന് പറഞ്ഞ് തിരിച്ചുപോയി. വീണ്ടും പാലത്തിൻ്റെ പണി തുടങ്ങുകയാണ്. നിങ്ങളിപ്പോൾ കാണണം, ഇത് ഈ ഒരുപാട് പേരിന് താഴേക്ക് അലക്കും കുളിയൊക്കെ നടന്നതാണ്. ഇവിടെ ഈ പൈപ്പ് ഇട്ട് മണ്ണിടുന്ന തെറ്റൊന്നുമില്ല. പക്ഷേ ഇത്രയും ഈ മണ്ണിങ്ങനെ ഇറക്കി റോഡിലേക്ക് കൊണ്ട് ഇടേണ്ട ആവശ്യമില്ലായിരുന്നു. പൈപ്പ് ഇട്ടതിന് ശേഷം മണ്ണ് അടുപ്പിച്ച് റെഡിയാക്കാനുള്ളതേ ഉള്ളത്. ഇവരെന്ത് ചെയ്ത് ഉത്തരവാദപ്പെട്ടവരില്ലാത്തവർ ലോറിക്കാർ മണ്ണ് ഇട്ടിട്ട് റോഡിൻ്റെ ചെറിയ ഒരു പൈപ്പ് ഇട്ടിട്ട് ബാക്കി ക്ലോസ് ചെയ്യാവുന്ന രീതിയിൽ മണ്ണ് കൊണ്ട് ഇറക്കിയിട്ടേക്കുന്നത് അത് ലാഭിക്കാൻ വേണ്ടി ചെയ്തതാണ്. ഇപ്പോൾ എന്താണ്, JCB റോഡിലിറങ്ങി നിന്നിട്ട് അതേ മണ്ണ് സൈഡ് കലക്കി താഴേക്ക് പോവാണ്. പിന്നെ താഴോട്ടുള്ള വെള്ളം നിങ്ങൾ കണ്ടില്ല. ഞങ്ങൾ ഇത് തന്നെ ഈ വെള്ളം ഇനി ഒഴുക്ക് നിലച്ചത് കൊണ്ട് ഈ വെള്ളം ഇനി ശുദ്ധിയായി കിട്ടില്ല. കാരണം ചവിട്ടുന്നോടം കലങ്ങും. അതുകൊണ്ട് ഈ പണിയോട് ഒരിക്കലും നമ്മൾ എതിർപ്പല്ല, പക്ഷെ പൊതുജനത്തെ ബുദ്ധിമുട്ടിക്കരുത്, നമുക്കതേ പറയാനുള്ളൂ. അതുകൊണ്ട് ഈ പണി അവിടെ പാലം പണിതോട്ടെ, ഒരു തെറ്റുമില്ല, പണിയണം, കുഴപ്പമില്ല. പക്ഷേ ഈ പാലം പണി അടുത്ത ജൂൺ 30 പൂർത്തീകരിച്ച സമയം അവർക്കുണ്ട്. പെട്ടെന്ന് അവിടുത്തെ 2 പേരെ വെച്ച് വർക്ക് ചെയ്യാതെ കൂടുതൽ ആളെ വെച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പണി പൂർത്തീകരിച്ച് നമുക്ക് പ്രതിഷേധത്തിൽ ശക്തമായിട്ടുണ്ടാവും. ഒരു സംശയക്കാരും വേണ്ട, പെട്ടെന്ന് ഞങ്ങൾക്ക് യാത്രയോഗ്യമാക്കി തരിക, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ജാമൽ സുഹൃത്ത് ഇപ്പോൾ ഒരു ക്രെയിൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. ക്രെയിനെ ഇത് അതിൻ്റെ റോപ്പിട്ട് കറക്റ്റ് ചെയ്ത് തൂക്കി വിടുന്നത്. അപ്പോൾ ആ പുള്ളി എഞ്ചിനീയർ ആരാണെന്ന് പറയാം. പുള്ളി പറഞ്ഞാൽ അങ്ങനെ വെച്ചാൽ കറക്റ്റ് കിട്ടിയല്ലോ, JCB തള്ളിയാലേ കറക്റ്റ് കിട്ടും. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതാണ് അല്ലേ. ഒരു ക്രെയിന് കൊണ്ട് ഒരു പൊസിഷൻ കറക്റ്റ് വെക്കുന്നതാണോ JCB തള്ളി വെക്കുന്നതാണോ ലെവൽ? നിങ്ങൾ സാമാന്യ ബുദ്ധി പറഞ്ഞത് അല്ലേ. ക്രെയിൻ അത് പൊക്കിക്കൊണ്ടുവരാൻ കറക്റ്റ് ഏത് പൊസിഷൻ താത്തി വെക്കുന്ന ഒരാളോട് വെക്കും. സാമാന്യ ബുദ്ധിക്ക് ഒരു എഞ്ചിനീയറിംഗ് വേണ്ടല്ലോ അല്ലേ, ശരിയല്ലേ? ഇവർ പറഞ്ഞു JCB ലെവലാക്കിയാലേ ലെവൽ കിട്ടും. നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത്, അവരത്ര അറിവില്ലാത്തതുകൊണ്ടായിരിക്കും നമ്മൾ ക്ഷമിച്ചേക്കാം. ഇതാണ് അവസ്ഥ. ഇപ്പോൾ ഇവർ ഈ മണ്ണ് പുഴയിലേക്ക് ഇറക്കിയിട്ടതാണ് ഏറ്റവും വലിയ ഒരു ദുരിതമായി മാറിയിരിക്കുന്നത് അല്ലേ. ഇന്നലെ രാത്രിക്കൊക്കെ ഇവിടെ കൊണ്ട് മണ്ണ് ഇറക്കുന്നുണ്ട്. രാത്രി ആകുമ്പോൾ ആരും കാണുന്നില്ല, എവിടെയാ ഇറക്കുന്നു. ആദ്യം ആ പൈപ്പ് ഇറക്കിയിട്ട് കുറച്ച് 2 സൈഡിലേക്ക് മണ്ണ് ആണെങ്കിൽ വലിയ എത്ര ഇത് വരില്ല. ഇതിങ്ങനെ ഇനിയിപ്പോൾ ഇങ്ങനെ ഊറി കലങ്ങി പോകൊണ്ടേയിരിക്കും. ഇത് JSM തന്നെ ഞങ്ങൾ പറയുന്നതല്ല, ഇത് മാത്രമേ ഉള്ളൂ. വേറെ കൂടുതലായിട്ടൊന്നും സഭാകൃഷ്ണൻ പറഞ്ഞത് തന്നെ എല്ലാവരുടെ അഭിപ്രായം ഇത് തന്നെയല്ല. ഞങ്ങൾ ഇതിന് ഒരു എതിർപ്പ് ഒരിക്കലും പറയും. ഈ മണ്ണ് ഇത് തന്നെ കേട്ടോ, അവിടെ എത്ര പേര് കുടിവെള്ളം അലക്കുന്നു, അതാണ്. അത് മാത്രമല്ല അത് ഇനി അവിടെ ഊറും. ഒരു പുഴയിൽ ഒരു വെള്ളം വന്നാൽ അത് ഒഴുകി പോകും. പക്ഷെ ഇനിയിപ്പോൾ സാധ്യതയില്ലല്ലോ. ഇങ്ങനെ ആ ചെളി അവിടെ തന്നെ, അവിടെ എല്ലാ പാറയുടെ അവിടെ എല്ലാ ആൾക്കാരും അലക്കവും കുളിക്കുകയും ചെയ്യുന്നതാണ്. നമ്മുടെ ആൾക്കാർ തന്നെ. ഇതിനൊരു എതിർപ്പ് ഞങ്ങൾ ഒരിക്കലും പറയുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല.
ഇനി ഇവരോട് ചോദിക്കുന്നുണ്ട് ബാക്കി കാര്യങ്ങൾ. ചെയ്യുന്ന ജോലി വൃത്തിയാക്കുക. ചെയ്യുക, അത്രയേ ഉള്ളൂ. ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതെ മറ്റുള്ള ചുരുപ്പേര് താഴോട്ട് അലക്കും, ഇതുള്ള തുണി എല്ലാം അലക്കുന്ന തുണി എല്ലാം ഉള്ളു. ഇത് മോശമാണ്, എന്താണെങ്കിലും ചെയ്തത് മോശമാണ്. ട്രെയിൻ കൊണ്ടുവന്ന് സാധനം താഴേക്ക് ഇറക്കിയിട്ട് അത് ബെഡ് ലെവലാക്കിയിട്ട് ചെയ്തതിന് ശേഷം ചെയ്യുമായിരുന്നു നല്ലതായിരുന്നു. ഇത് എടുത്തിട്ട് മണ്ണ് ഓട്ടോമാറ്റിക് എന്തായിട്ട് ഇനിയിപ്പോൾ ഒരു മഴക്കാലം നമുക്ക് കിട്ടാൻ പോകുന്നില്ല, പ്രതീക്ഷിക്കാൻ ഒരിക്കലും പറ്റില്ല. അപ്പം തീർച്ചയായിട്ടും ചെയ്തത് ഒരു മോശമായ പ്രവൃത്തിയാണ്. പക്ഷെ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ചെയ്യുന്ന പണി ഭംഗിയായിട്ട് വൃത്തിയായിട്ട് നമുക്ക് ചെയ്ത് കിട്ടും, അത്രേ ഉള്ളൂ. ഇന്ന് ഇറങ്ങി വന്നിട്ട് മാന്തി ഇടിഞ്ഞു പോയ കലക്കലാണ് കാണുന്നത്. ഇനി ഉണ്ടാക്കാൻ അതെ ആ മണ്ണല്ല നമ്മൾ കണ്ടല്ലോ. അത് ഞാൻ പറയട്ടെ, ഈ പൈപ്പ് താഴോട്ട് ഇറക്കിയിട്ടുണ്ട്, മണ്ണ് ഇടിഞ്ഞു വീഴും, ആ മണ്ണ് പോരിപ്പഴുത്തേക്ക് വന്നാൽ കളക്കളാണ്. അത് തന്നെയാ ദീർഘവൃത്തിയിൽ എന്ന് പറയാം. അതായത് ഇവിടുന്ന് ചെരിച്ചിട്ട് പൈപ്പ് ഇവിടെ കൊണ്ട് മണ്ണ് നിർത്തിയാൽ മതി, ഇവിടുന്ന് ചെരിച്ചാൽ മതി എന്ന്. ഇവിടം വരെ എന്താണ് മണ്ണ് കൊണ്ടിട്ട്? അതാ ചോദ്യം. ഇവിടെ കൊണ്ട് ചെരിച്ചിട്ട് പൈപ്പ് അങ്ങ് ഇറക്കിയിട്ട് ഈ മണ്ണ് പൈപ്പ് ഇട്ടിട്ട് അടുപ്പിച്ചായി കളഞ്ഞു. ആനപ്പന്തിയിൽ പുതിയ പാലം നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു നാട്ടുകാരുടെ ഒരു പ്രതിഷേധമാണ്. പാലം നിർമ്മാണത്തിന് നാട്ടുകാർ എതിർപ്പല്ല, പക്ഷേ ചെയ്യുന്ന ജോലി വൃത്തിക്ക് ചെയ്യുക എന്നുള്ള ഒരു മറുപടിയാണ് ഇപ്പോൾ നാട്ടുകാർ നമ്മോട് പറയുന്നത്. കാരണം പുഴയിലേക്ക് പുതു മണ്ണ് ഇട്ട് ആ മണ്ണ് ഒലിച്ച് കലങ്ങി താഴെ അലക്കുന്നതും കുളിക്കുന്നതും ഒരുപാട് വീട്ടുകാരും ഒരുപാട് താമസക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇവിടുത്തെ നാട്ടുകാർ ഇന്നിപ്പോൾ നമ്മോട് അറിയിച്ചിരിക്കുന്നത്. പാലം പണിക്ക് നാട്ടുകാർ എതിരല്ല, എടുക്കുന്ന ജോലി നല്ല വൃത്തിക്ക് ഭംഗിയായി വെടിപ്പായി പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇത് കാണുന്ന ഈ പാലം നിർമ്മാണത്തിൻ്റെ അധികൃതർ എത്രയും പെട്ടെന്ന് ഇത് നല്ല രീതിയിൽ തന്നെ പൂർത്തിയാക്കും എന്നുള്ള പ്രതീക്ഷയിൽ ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ, ഏജന്റ്. മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ ഏജന്റ്. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജന്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. When you dream, it's okay, let him go. Your happy home. Open your eyes and look around you. Just feel your home. Yes, it's ready. We are ready with your happy, happy home. Yes, it's ready. We are ready with your happy, happy home. Hey, Smile. how's it? This is fine. വീട് റെഡി. ആഹാ, എങ്കിലേ വീട്ടിലേക്കുള്ള സാധനങ്ങളും റെഡി. All quality brands for your dream home under one roof at affordable price. Reena Tile Gallery, Ulikil Road, Irati, Kannur. From the house of Reena Developers.